നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പന്തക്കുസ്ത തിരുനാളിന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഇനി വാർത്തകളിലേക്ക് കടന്നാൽ, മ്യൂണിക്കിലെ തെരേസ്യൻ വിസയിൽ ഒരു സ്ത്രീ നിരവധി പേരെ കത്തികൊണ്ട് ആക്രമിച്ചു. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. മ്യൂണിക്കിൽ ശനിയാഴ്ച വൈകുന്നേരം 7:45ഓടെയാണ് തെരേസ്യൻ വിസയ്ക്ക് സമീപം 30 വയസ്സുള്ള ഒരു സ്ത്രീ കത്തികൊണ്ട് നിരവധി വഴിയാത്രക്കാരെ കുത്തി പരിക്കേൽപ്പിച്ചത്. ഒക്ടോബർ ഫെസ്റ്റ് ഗ്രൗണ്ടിന് സമീപമാണ് സംഭവം. ആദ്യം മ്യൂണിക്കിലെ വെസ്റ്റേൺ സ്ട്രാസയിൽ 56 വയസ്സുള്ള ഒരു പുരുഷനെ ആക്രമിച്ചു. തുടർന്ന് 25 വയസ്സുള്ള ഒരു യുവതിയെയും ആക്രമിക്കുകയും പിന്നീട് വഴിയിൽ കണ്ടവരെയൊക്കെ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ബവേറിയയിലെ സെന്റ് പോൾസ് കോർണറിൽ വെച്ചാണ് അക്രമിയെ പോലീസ് സർവീസ് റിവോൾവർ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തിയത്. വെടിയേറ്റ ബൾഗേറിയക്കാരിയായ സ്ത്രീയെ ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്ക് വിധേയയാക്കിയെങ്കിലും തൊട്ടു പിന്നാലെ അവർ പരിക്കുകളോടെ മരിച്ചു. അക്രമിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് നിലവിൽ സൂചനകൾ ഒന്നും തന്നെയില്ല. ഇരകളുടെ അവസ്ഥയെക്കുറിച്ചും ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ജർമ്മനിയിലെ ഓട്ടോമോട്ടീവ് വ്യവസായം പ്രത്യേകിച്ച് കനത്ത ആഘാതം നേരിടുകയാണ്. വ്യവസായത്തിൽ 1 ലക്ഷത്തിലധികം ജോലികൾ വെട്ടിക്കുറച്ചു. വോൾസ്ബുർഗിലെ ഫോക്സ് വാഗന്റെ സ്ഥിതി അത്ര പ്രോത്സാഹജനകമല്ല. ജർമ്മൻ സമ്പദ് വ്യവസ്ഥ ആഴത്തിലുള്ള പ്രതിസന്ധിയുടെ പിടിയിലാണ്. ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് നാടകീയമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. ഓട്ടോമോട്ടീവ് വ്യവസായത്തെ പ്രത്യേകിച്ച് കഠിനമായി ബാധിക്കുന്ന സംഭവങ്ങളാണിത്. ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 45,400 ജോലികൾ അപ്രത്യക്ഷമായി. ഓഡിറ്റിംഗ് സ്ഥാപനമായ EY നടത്തിയ പുതിയ വിശകലനത്തിലാണ് ഇത് വ്യക്തമാകുന്നത്. മൊത്തത്തിൽ വ്യവസായത്തിന് രാജ്യവ്യാപകമായി 1,01,000 ജോലികൾ നഷ്ടപ്പെടുകയാണ്. 1.8% കുറവാണിത്. ഇത് കൂടുതൽ വഷളാവുകയാണ്. വർഷാവസാനത്തോടെ 70,000 ജോലികൾ കൂടി ഇല്ലാതാകുമെന്നാണ് വ്യവസായ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. കണക്കുകളും ആശങ്കാജനകമാണ്. പ്രത്യേകിച്ച് വാഹന നിർമ്മാതാക്കൾ ദുരിതം അനുഭവിക്കുകയാണ്. ദുർബലമായ വിൽപ്പന, ചൈനയിൽ നിന്നുള്ള മത്സരം, ഇലക്ട്രിക് മൊബിലിറ്റിയിലേക്കുള്ള ചെലവേറിയ മാറ്റം എന്നിവ കാരണം മോട്ടോർ വാഹന വ്യവസായം തകിടം മറിയുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം വ്യവസായത്തിലെ എല്ലാ ജോലികളുടെയും ഏകദേശം 6% നഷ്ടപ്പെട്ടു. ഇപ്പോൾ 7,34,000 ആളുകൾ മാത്രമാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അതേസമയം ജർമ്മനിയുടെ വാഹന വ്യവസായം തോൽവിക്ക് വഴങ്ങിയിരിക്കുകയാണെന്നാണ് എല്ലായിടത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. ജർമ്മൻ വാഹന വ്യവസായത്തിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇതെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുന്നത്. പോരായ്മകൾ എടുത്തു കാണിക്കുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള ആക്രമണാത്മക എതിരാളികൾ വില കുറയ്ക്കുകയാണ്. പ്രധാനപ്പെട്ട വിൽപ്പന വിപണികൾ ദുർബലമാവുകയാണ്. യൂറോപ്പിലെ ഡിമാൻഡ് താഴ്ന്ന നിലയിൽ സ്തംഭിക്കുന്നു. മുഴുവൻ അമേരിക്കൻ വിപണിയും ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി. അതേസമയം കമ്പനികൾ ഉയർന്ന ചെലവുകളുമായി പൊരുതുകയാണ്. ഉദാഹരണത്തിന് ഊർജ്ജത്തിനും ജീവനക്കാർക്കും വേണ്ടി. അത് മാത്രമല്ല, ഒരു ബിസിനസ് സ്ഥലമായി ജർമ്മനി ഇപ്പോൾ അപകടത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. മറ്റു മേഖലകളും തകരുകയാണ്. ടെക്സ്റ്റൈൽ, ലോഹ വ്യവസായത്തിൽ 4%-ലധികം ജോലികൾ നഷ്ടപ്പെട്ടു. കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ മേഖല മാത്രമാണ് ഇതുവരെ താരതമ്യേന പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുള്ളത്. ജർമ്മനി ഒരു വ്യാവസായിക കേന്ദ്രമാണെന്നതിൽ തൊഴിൽ പ്രതിസന്ധി പുതിയ ആശങ്കകൾക്ക് തുടക്കമിടുന്നു. വിമർശകർ ഇതിനകം തന്നെ ഇഴഞ്ഞു നീങ്ങുന്ന വ്യവസായവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ദീർഘകാലാടിസ്ഥാനത്തിൽ തൊഴിലവസരങ്ങൾ വളരുമെന്നും പ്രവചിക്കുന്നു. ജർമ്മൻ അസോസിയേഷൻ ഓഫ് ദി ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് പറയുന്ന പോലെ ചട്ടക്കൂട്ട് സാഹചര്യങ്ങൾ അടിയന്തരമായി മെച്ചപ്പെടുത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. കുറഞ്ഞ ഉദ്യോഗബന്ധം, കുറഞ്ഞ ചെലവുകൾ, കൂടുതൽ ആഭ്യന്തര ആവശ്യം അല്ലെങ്കിൽ തൊഴിൽ നഷ്ടം തുടരുമെന്നാണ് ഭീഷണിപ്പെടുത്തൽ. രാഷ്ട്രീയ പരിഷ്കാരങ്ങൾക്കായി ഓട്ടോമോട്ടീവ് വ്യവസായം ഉറക്കെ ആഹ്വാനം ചെയ്യുന്നു. ഒരു ഓട്ടോമോട്ടീവ് രാജ്യമെന്ന നിലയിൽ ജർമ്മനിയുടെ മത്സരക്ഷമതയും ആകർഷണീയതയും പുതിയ ഫെഡറൽ ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൂടുതലായി വഹിച്ചില്ലെങ്കിൽ ഈ മേഖല അപ്പാടെ തകരുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോമോട്ടീവ് മേഖലകളിലേക്ക് ജർമ്മനിയിലേക്ക് നാട്ടിൽ നിന്നും കുടിയേറുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം ജോലികൾ ഏറെയുണ്ടെങ്കിലും ഒരു കമ്പനികൾ പോലും ആരെയും ഇപ്പോൾ പുതുതായി റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നതാണ് കാരണം. ഓപ്പർച്യൂണിറ്റി കാർഡിൽ ഒട്ടനവധി ആളുകൾ ഈ മേഖലയിൽ ജോലിയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അവർക്ക് ഭാഷയില്ല എന്നതിന്റെ പേരിൽ ഒന്നുകിൽ ഇവിടെ ജോലിയില്ലാതെ വിഷമിച്ച് തളരുകയാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ തിരിച്ച് നാട്ടിലേക്കും പോകുന്ന ഒരു നിജസ്ഥിതിയാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന മറുപടികൾ. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.
തെരഞ്ഞെടുപ്പിന് ശേഷം ചാൻസലർ മെർസിന്റെ ജനപ്രീതി വർദ്ധിച്ചു. ചാൻസലറുടെ പാർട്ടിയായ CDU AfDയേക്കാൾ ലീഡ് വർദ്ധിപ്പിച്ചു. ഇരു പാർട്ടികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ഒരു സൂചനയും ഇപ്പോൾ കാണുന്നില്ല. നിലവിലെ ട്രെൻഡിൽ CDU-CSU വീണ്ടും AfDയേക്കാൾ വ്യക്തമായ മുന്നിലാണ്. യൂണിയൻ 27% ഉയർന്നു. അതേസമയം തീവ്ര വലതുപക്ഷ പാർട്ടി 23% തുടരുകയാണ്. ഇരു പാർട്ടികളും തമ്മിൽ ഇപ്പോൾ 4 പോയിന്റുകളുടെ വ്യത്യാസമുണ്ട്. മാർച്ചിന് ശേഷമുള്ള ഏറ്റവും വലിയ വിടവാണിത്. മെയ് മാസത്തിന്റെ തുടക്കത്തിൽ CDUം AfDയും തുല്യനിലയിലായിരുന്നു, 24.5%. അതിനുശേഷം CDU-CSU വളർച്ചയിലാണ്. അതേസമയം AfD ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ്. എന്നാൽ ഫെഡറൽ സർക്കാരിനോടുള്ള സംതൃപ്തി വളരുന്നുണ്ട് താനും. ചാൻസലർ എന്ന നിലയിൽ മെർസ് കൂടുതൽ ജനപ്രിയനായിക്കൊണ്ടിരിക്കുകയാണ്. 36% പേർ നിലവിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരാണ്. 4 ആഴ്ച മുമ്പ് അദ്ദേഹം അധികാരമേൽക്കപ്പോൾ 13% പോയിന്റ് കൂടുതൽ ഇപ്പോൾ നേടിയിട്ടുണ്ട്. മുഴുവൻ ഫെഡറൽ സർക്കാരും ജർമ്മൻകാരും കൂടുതൽ ജനപ്രിയമായിക്കൊണ്ടിരിക്കുകയാണ്. 37% പേർ അതിൽ സംതൃപ്തരാണ്. ചാൻസലറുടെ ജനപ്രീതിക്കുള്ള കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഭൂരിപക്ഷം ജർമ്മൻകാരും മെർസിന്റെ കുടിയേറ്റ നയത്തെ പിന്തുണയ്ക്കുന്നവരാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിന്റെ നയത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. കൂടാതെ CDU-CSU ഒരു ഐക്യമുന്നണി അവതരിപ്പിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപുമായുള്ള സന്ദർശനം വളരെ വിജയകരമായിരുന്നു. ചാൻസലർ എന്ന നിലയിൽ മെർസ് പ്രശസ്തി നേടുന്നു. അതുകൊണ്ടാണ് വോട്ടെടുപ്പുകളിൽ CDU-CSU ഇപ്പോൾ സ്വാധീനം നേടുന്നത്. മെർസിനോടുള്ള സംതൃപ്തിയും വർദ്ധിച്ചു വരികയാണ്. ഇൻഫോഗ്രാഫിക് അനുസരിച്ച് AfD MPയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നെഗറ്റീവ് തലക്കെട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ SPD 16%-ലും ഇടത് പാർട്ടി 10%-ലും ഓരോ പോയിന്റ് വീതം കുറഞ്ഞു നിൽക്കുകയാണ്. ജർമ്മനിയിലെ പാസാവുവിൽ ആൾക്കൂട്ടത്തിലേക്ക് കാർ ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു. ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്തെ പാസാവുവിൽ ഒരാൾ ജനക്കൂട്ടത്തിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റുകയാണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിന് വ്യക്തിപരമായ ലക്ഷ്യമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവത്തിനു പിന്നിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഒരു ഇറാഖി പൗരനാണെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 48 വയസ്സുള്ള ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഭാര്യയും മകളും പരിക്കേറ്റവരിൽ പെടുന്നുണ്ട്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കുകളുടെ തീവ്രത ഇതുവരെ പൂർണ്ണമായും വ്യക്തമല്ലെന്നും എന്നാൽ ആരുടെയും ജീവന് ഭീഷണിയില്ലെന്നും പോലീസ് വക്താവ് പറഞ്ഞു. ഉയർന്ന യോഗ്യതയുള്ള വിദേശ തൊഴിലുകൾക്കുള്ള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡ് നിയമങ്ങളിൽ ഫ്രാൻസ് ഇളവ് വരുത്തി. പ്രധാന മാറ്റങ്ങളിലൊന്ന് വിപുലീകരിച്ച പ്രൊഫഷണൽ അനുഭവ യോഗ്യതയാണ്. EU ബ്ലൂ കാർഡിന് യോഗ്യത നേടുന്നതിന് തൊഴിൽ കരാർ കാലാവധിയുടെ ആവശ്യകതയും രാജ്യം കുറച്ചിട്ടുണ്ട്. കൂടുതൽ യോഗ്യതയുള്ള വിദേശ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളെ തൊഴിൽ ക്ഷാമം പരിഹരിക്കാൻ സഹായിക്കുന്നതിനുമായിട്ടാണ് ഫ്രാൻസ് കൂടുതൽ ഇളവ് വരുത്തിയിട്ടുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കി. പ്രാബല്യത്തിൽ വന്ന പ്രധാന മാറ്റങ്ങളിൽ വിപുലീകരിച്ച പ്രൊഫഷണൽ അനുഭവ യോഗ്യതയും കുറഞ്ഞ തൊഴിൽ കരാർ കാലാവധിയും ഉൾപ്പെടുന്നു. പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം കുറഞ്ഞത് 3 വർഷത്തെ പ്രസക്തമായ പ്രൊഫഷണൽ പരിചയമുള്ള റോളുകളിലെ അപേക്ഷകർക്ക് ഇപ്പോൾ ഫ്രഞ്ച് EU ബ്ലൂ കാർഡിന് അർഹതയുണ്ട്. മുമ്പ് 3 വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ ബിരുദമോ 5 വർഷത്തെ പ്രൊഫഷണൽ പരിചയമോ ഉള്ള അപേക്ഷകർക്ക് മാത്രമാണ് ഇത് ലഭ്യമായിരുന്നത്. തൊഴിൽ കരാറിന്റെ കാലാവധിക്കുള്ള ആവശ്യകതയും ഫ്രാൻസ് കുറച്ചിട്ടുണ്ട്. മുമ്പത്തെ 12 മാസത്തെ കാലയളവ് ഇപ്പോൾ കുറഞ്ഞ കാലാവധിക്ക് പകരം 6 മാസത്തെ തൊഴിൽ കരാർ മാത്രം കൈവശം വെച്ചാൽ മതിയെന്നാണ് വെളിപ്പെടുത്തൽ. ഫ്രാൻസിലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ സ്ഥിരമായ കരാറുകൾക്ക് കീഴിലാണ് നിയമിക്കുന്നത്. മാറ്റങ്ങളിൽ ഇളവുകൾ ലഭിച്ച ഇൻട്രാ EU മൊബിലിറ്റി നിയമങ്ങളും ഹ്രസ്വകാല കരാർ തൊഴിലാളികൾക്കുള്ള ദീർഘകാല വിസ കാലാവധിയും ഉൾപ്പെടുന്നു. പുതിയ മാറ്റങ്ങൾ ഫ്രഞ്ച് ഇതര EU ബ്ലൂ കാർഡിന്റെ ഉടമകൾക്കും പ്രയോജനം ചെയ്യും. മറ്റൊരു അംഗരാജ്യത്ത് കുറഞ്ഞത് 12 മാസമെങ്കിലും താമസിച്ചിട്ടുള്ള വിദേശ പൗരന്മാരുടെ ലക്ഷ്യത്തിനിപ്പോൾ പ്രത്യേക വിസയില്ലാതെ ഫ്രാൻസിലേക്ക് പ്രവേശിക്കാൻ അർഹതയുണ്ട്. മുൻകാല നിബന്ധനയായ 18 മാസത്തെ താമസം മറ്റൊരു അംഗരാജ്യത്തിൽ നിന്ന് ഫ്രാൻസിലേക്ക് എളുപ്പത്തിൽ മാറാൻ കഴിയും എന്നതാണ് ഈ മാറ്റം അർത്ഥമാക്കുന്നത്. ഇതിനു പുറമെ ഹ്രസ്വകാല കരാർ ഉള്ളവർക്ക് ഫ്രാൻസ് ഇപ്പോൾ കൂടുതൽ വിസ കാലാവധി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തൊഴിൽ കരാറിന് 2 വർഷത്തിൽ താഴെ വിസ കാലാവധിയുള്ള സന്ദർഭങ്ങളിൽ കരാറിനേക്കാൾ 3 മാസത്തെ സാധ്യത കാലയളവ് ഇപ്പോൾ EU ബ്ലൂ കാർഡിന് ഉണ്ടായിരിക്കും. കരാർ പുതുക്കുമ്പോഴോ പുതിയ ജോലി അന്വേഷിക്കുമ്പോഴോ വിദേശ തൊഴിലാളികൾക്ക് ഫ്രാൻസിൽ താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം നിലനിർത്താൻ ഇത് അനുവദിക്കുകയും ചെയ്യും. അത് മാത്രമല്ല ഫ്രഞ്ച് EU ബ്ലൂ കാർഡ് ഉടമകൾക്ക് 10 വർഷത്തെ EU ദീർഘകാല താമസാനുമതിക്ക് യോഗ്യത നേടുന്നതിന് ആവശ്യമായ 5 വർഷത്തെ നിയമപരമായ താമസം ശേഖരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുകയാണ്. മുൻ നിയമങ്ങൾ പ്രകാരം EU ബ്ലൂ കാർഡ് ഒഴികെയുള്ള ഒരു രേഖയിൽ മറ്റ് അംഗരാജ്യത്ത് ചെലവഴിച്ച സമയം 5 വർഷത്തെ ആകെ തുകയിൽ കണക്കാക്കിയിരുന്നില്ല. പുതിയ നിയമങ്ങൾ അനുസരിച്ച് മറ്റു തരത്തിലുള്ള താമസ പെർമിറ്റുകൾക്കായി ചെലവഴിക്കുന്ന സമയവും
വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2023 ഏറ്റവും കൂടുതൽ EU ബ്ലൂ കാർഡുകൾ അനുവദിച്ച 3 EU രാജ്യങ്ങളിലൊന്നാണ് ഫ്രാൻസ്. 2023 അതേസമയം മൊത്തം EU ബ്ലൂ കാർഡുകളുടെ 4% കൂടുതൽ, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 4000 എണ്ണമാണ് ഫ്രാൻസ് അനുവദിച്ചിട്ടുള്ളത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TVD ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.